മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ലോകരക്ഷകനായ ഈശോയുടെ പിറവിത്തിരുനാളിനായി ഒരുങ്ങുന്ന നമ്മുടെ ഏവരുടെയും കുടുംബങ്ങളിൽ ഉണ്ണീശോ പിറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വന്റ് സീസണിലെ 1-ാമത്തെ ആഴ്ച ഈശോയുടെ ആഗമനത്തിനായുള്ള പ്രത്യാശയുടെ മെഴുകുതിരികൾ തെളിയുമ്പോൾ നാം ആയിരിക്കുന്ന ഏഷ്യ എന്ന ഭൂഖണ്ഡത്തെ നമുക്ക് അവിടത്തേക്ക് സമർപ്പിക്കാം. ഇന്ന് ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിലുള്ള നഴ്സുമാരുടെ മക്കൾ ഈശോയെ പങ്കുവെക്കുമ്പോൾ ഏഷ്യയിലെ ഓരോ വ്യക്തിയും ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിച്ച് നിത്യരക്ഷ സ്വന്തമാക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനാണ് നിങ്ങളുടെ കാവൽ മാലാഖ. നിങ്ങളെ നന്മ ചെയ്യുന്നതിന് സഹായിക്കാനും തെറ്റുകൾ തടയാനുമാണ് ഈശോ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇതെന്താ എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? എവിടെയോ? ഇവിടെ മാലാഖയുണ്ടോ? ഓ, ആന്റി കാണുന്നില്ലല്ലോ. അത് നമ്മുടെ കാവൽ മാലാഖയായിരിക്കും. നമ്മുടെ നിങ്ങൾക്കറിയോ കാവൽ മാലാഖനെ പറ്റി? നമുക്ക് എല്ലാവർക്കും ഈശോ കാവൽ മാലാഖിനെ തന്നിട്ടുണ്ട്. നമ്മൾ ഉണരുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ കാവൽ മാലാഖ ഉണ്ടാവും. അറിയാം അല്ലേ? ഈശോ നമുക്ക് കാവൽ മാലാഖയുണ്ട് നമുക്ക് എല്ലാവർക്കും. ഈശോ നമുക്കൊരു കാവൽ മാലാഖിനെ തന്നിട്ടുണ്ട്. നമ്മൾ ഉണരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ ഒരു തെറ്റുകളിലൊന്നും പെടുത്താതെ നല്ല കുട്ടികളായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കാനാ. അറിയാവോ അത്? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ? എല്ലാവരും ഇന്ന് നല്ല കുട്ടികളായിട്ടല്ലേ വന്നേക്കുന്നത്? ഈശോനെ ഒത്തിരി ഇഷ്ടമാണോ? ഈശോയ്ക്ക് നിങ്ങളെയും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് ഈശോനെ? ഒത്തിരി ഇഷ്ടമല്ലേ ഈശോയ്ക്ക്? എഡ്വിൻ മോന് ഒത്തിരി ഇഷ്ടമല്ലേ ഈശോനെ? ഈശോ നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ ഈശോ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗം? ഈശോ ഒരു സ്ഥലത്ത് എല്ലാവരുടെ അടുത്തും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ, ശിശുക്കൾ അവരുടെ പാരൻസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെയുമായിട്ട് വന്നു ഈശോയുടെ ബ്ലെസ്സിങ് മേടിക്കാനായിട്ട്. അപ്പോൾ ശിഷ്യന്മാരെന്ത് പറഞ്ഞു? അവിടെ ഒത്തിരി തിരക്കായിരുന്നേ. അപ്പോൾ ശിഷ്യന്മാർ അവരെല്ലാം ബ്ലോക്ക് ചെയ്തു, ഈശോൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ശകാരിച്ചു, ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇല്ല, കുഞ്ഞുമക്കളെ തടയരുത്, അവരെ എൻ്റെ അടുത്തേക്ക് കടത്തി വിടണം. കാരണം എന്താ? ശിശുക്കൾ അതിലൂടെ ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ്? കുഞ്ഞുങ്ങളെപ്പോലെ ഉള്ളവരുടേതാണ്. ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമല്ലേ?
എനിക്കറിയാം നിങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കളാണെന്ന്. നിങ്ങൾ നേഴ്സസ് പ്രേയറിനൊക്കെ വരാറില്ലേ പപ്പയുടെയും മമ്മിയുടെയും കൂടെ? ആൻറ്റി കണ്ടിട്ടുണ്ട് നിങ്ങൾ വരുന്നതും നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ. ആൻറ്റീനെ അറിയാവോ നിങ്ങൾക്ക്? ആൻറ്റിയുടെ പേരെന്താ? ആൻറ്റിനെയും കണ്ടിട്ടുണ്ടല്ലേ നേഴ്സസ് പ്രേയറിൽ. നിങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണം മക്കളാന്ന് ആൻറ്റിക്ക് അറിയാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ? എല്ലാവരും വീട്ടിൽ കുരിശ് വരക്കാറുണ്ടോ? എല്ലാവർക്കും കുരിശ് വരക്കാനൊക്കെ അറിയാമോ? കിയോണൊന്ന് കുരിശ് വരച്ച് പ്രാണിച്ചേ. വിശുദ്ധ കുരിശിലെ അടയാളത്താലെയും ഞങ്ങളുടെ അന്വേഷിക്കാൻ ഞങ്ങൾ തമ്മിലാണ് പിതാവിനും പുത്രനും പരിശോധനത്തെ ആമേൻ. ആമേൻ. പിന്നെ എന്ത് പ്രാർത്ഥന അറിയാവുന്നേ? നന്മ നടന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനിവട്ടലാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമൈശ്വരപ്പെട്ടാണ്. പരിശുദ്ധ മറിയമേ തൻ്റെ അമ്മയെ പാപങ്ങളെ ഞങ്ങൾക്ക് എപ്പോഴും മരണ സമയത്തും തമരനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിടുക്കനാണല്ലോ. കണ്ടോ, എല്ലാവരും പ്രാർത്ഥിക്കുമല്ലേ വീട്ടില്? എല്ലാവരും കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. എപ്പോഴും വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പപ്പായുടെയും മമ്മിയുടെയും ഒക്കെ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. മിടുക്കൻ. എല്ലാവർക്കും ഈശോയുടെ വചനങ്ങളൊക്കെ അറിയാമോ? ബൈബിളിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവോ? ആർക്കാ വചനം അറിയാവുന്നേ? എഡ്വിനറിയാവോ? ഒന്ന് പറഞ്ഞേ. എന്നെ പൗണച്ചിട്ട് പാലാക്കി നിൽക്കും, കുടുംബങ്ങൾ അവനെ കേൾക്കില്ല, അന്നമരങ്ങൾ അവനെ മലിണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരു നല്ല കയ്യടി കൊടുത്തേ. ഒയ്യോ, ഇത്രയും കുഞ്ഞ് എഡ്വിന് ഈശോയുടെ വചനമൊക്കെ പറയുന്നത് കേട്ടോ. എഡ്വിൻ മോൻ പറഞ്ഞ വചനം എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയില്ല അല്ലേ? ഒന്നൊന്ന് കുട്ടനെ ഒന്നുകൂടെ പറഞ്ഞേ, നല്ലോണം പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ. സക്കറി എന്നെ പൗണച്ചിട്ട് പാലാക്കി നിൽക്കും, കുടുംബങ്ങൾ അവനെ കേൾക്കില്ല, അന്നമരങ്ങൾ അവനെ മലിണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല കുട്ടനാട്ടോ, മിടുക്കനാട്ടോ. നമ്മുടെ എഡ്വിൻ മോൻ പറഞ്ഞ വചനം എല്ലാവർക്കും മനസ്സിലായോ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്കുണ്ടല്ലോ എഡ്വിന്റെ ചേട്ടൻ ജസ്വിൻ പറഞ്ഞു തരും അല്ലേ? ജസ്വിനെ ചേട്ടൻ പറയട്ടെ ഈ പ്രാവശ്യം. ജസ്വിൻ ഒന്ന് പറഞ്ഞേ. സക്കറി 9:8 ആരെ കയറി എന്നെ കാറിയിരിക്കുക, എൻ്റെ പാവത്തെ ചുറ്റും പാലരിച്ച് കാവലിക്കൂ, ഒരു വരകനെ കീഴടക്കില്ല, എൻ്റെ കണ്ണവിടെ മേലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. നിങ്ങളെല്ലാവർക്കും വചനം അറിയാം അല്ലേ? നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് പഠിക്കുന്നതിന് മുൻപ് എപ്പോഴും ഒരു ഈശോയുടെ കുഞ്ഞു വചനങ്ങൾ പഠിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഹോളി സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പഠിക്കാനൊക്കെ, ഈശോയുടെ വചനം പഠിക്കുമ്പോൾ. ഇനി ആർക്കൊക്കെയാ പാട്ടറിയാവുന്നേ? എനിക്കറിയാം നിങ്ങളെല്ലാവരും വലിയ പാട്ടുകാരാണെന്ന്, എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ ആദ്യം ഗ്രേസ് മരിയ തുടങ്ങട്ടെ. ഗ്രേസ് മരിയ ഒരു പാട്ട് പാടിയേ. പാടാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു മാർഗാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു മാർഗാൻ, പുണ്യാശ്രമമായി
അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടരുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടരുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. വാവ്, വെരി ഗുഡ്. നല്ല പാട്ടാണല്ലോ, നല്ല ഭംഗിയായിട്ട് പാടിട്ടോ. മാതാവിൻ്റെ പാട്ടല്ലേ? മാതാവിന് ഒത്തിരി ഇഷ്ടമാണോ? നന്നായിട്ട് പാടിയിട്ട് എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ആ, വെരി ഗുഡ്. നല്ല മക്കളാണ് കേട്ടോ. നിങ്ങൾ പിന്നെ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആൻറ്റിയോട് പറഞ്ഞില്ലല്ലോ. എപ്പോഴൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? തെരേസ കുട്ടി പറയാവോ? ഞാൻ കിടക്കുന്നതിന് മുമ്പും രാവിലെ എണീക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ജപമാല തുടങ്ങുമ്പോഴും കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, പഠിച്ച് കഴിയുമ്പോഴും പഠിക്കാൻ തുടങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. വെരി ഗുഡ്, നല്ല മകളാണ് കേട്ടോ. ചേച്ചി നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കുരിശ് വെച്ച് പ്രാർത്ഥിക്കില്ലേ? ആ, വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ആ, സ്കൂളിൽ പോകുന്നതിന് മുൻപ് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിക്കും അല്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. ഈശോയ്ക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവർക്കും കുർബാനയ്ക്കൊക്കെ പോകാൻ ഇഷ്ടമാണോ? കുർബാനയിൽ പോയി ഈശോനെ കാണാനും ഒക്കെ ഇഷ്ടമാണല്ലേ? ചാക്കോച്ചിക്ക് എന്താ ഇഷ്ടം കുർബാനയ്ക്ക് പോകുമ്പം? എനിക്ക് ഈശോനെ കാണാനും കുർബാന കാണാനും പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു രാവിലെ അച്ഛൻ എന്താ പ്രസംഗം പറയുന്നത് കേട്ടിട്ട് അമ്മയുടെ അടുത്ത് വന്ന് കൊണ്ട് പറയാം. ഞാനത് കേട്ടിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് പറയും. ഓ, അച്ഛൻ എന്താണ് പറഞ്ഞതെന്നോ? പ്രസംഗത്തിൽ ആ മിടുക്കനാണല്ലോ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കും അല്ലേ പ്രസംഗം? നിങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? കുർബാനയിൽ അച്ഛൻ പ്രസംഗം പറയുമ്പം അച്ഛൻ നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ചെയ്യണം. നിങ്ങൾ പ്രസംഗത്തിൽ ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ട് വീട്ടിൽ ചെന്ന് പപ്പായോടും മമ്മിയോടൊക്കെ പറയണം, അച്ഛൻ ഇന്ന് ഇങ്ങനെയാ പറഞ്ഞതെന്നൊക്കെ കേട്ടോ. അപ്പോൾ അവരും സർപ്രൈസ് ആയി പോവും. മോനും പറയണം കേട്ടോ. പിന്നെ നമ്മൾ പള്ളി പോവപ്പോ ഞാൻ എന്നാ അമ്മോട് ചോദിക്കും. അപ്പൊ പ്രസംഗം പറഞ്ഞപ്പോ അച്ഛനെ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ അമ്മയുടെ അടുത്ത് പറയും. അമ്മയുടെ അടുത്ത് പറയണം. എടുക്കലാണ്ട് ഒരു കയ്യടി കൊടുത്തേ കുഞ്ഞിന്. എഡ്വിൻ വരെ ശ്രദ്ധിച്ചിരിക്കുന്നു, ഇത്രയും കുഞ്ഞ് എഡ്വിൻ അല്ലേ? എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയണം കേട്ടോ. മിടുക്കനാണേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പക്ഷെ നമ്മുടെ സാറക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടെന്ന് ആൻറ്റി കേട്ടല്ലോ. ഒന്ന് പറഞ്ഞേ സാറാ. ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ പില്ലോയിലും ഞാൻ ബെഡിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. പിന്നെ രാവിലെ എണീക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ദിവസം തലവേദന വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാറി. ഞാൻ സ്കൂളിൽ പോകുമ്പം എൻ്റെ അമ്മ എനിക്ക് എനിക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് തരും. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന മറന്നു പോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഓ, മിടുക്കിയാണല്ലോ, നല്ല കുട്ടിയാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ ബസ്സിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ കിടക്കാൻ നേരത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കൂലേ ഈശോനോട്? അത് ആർക്കെങ്കിലും അറിയാവോ? കിയോണിന് അറിയാമോ? ഒന്ന് പറഞ്ഞേ. മോനും അറിയാം. ആദ്യം കിയോൺ ചേട്ടൻ പറയട്ടെ.
യുഗന്മാരുടെ രാജാവായ നസ്രായൻ ഈശോയെ പെട്ടെന്നുള്ള അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്നും ചീത്ത സ്വപ്നത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവർക്കും അറിയാമോ ഈ പ്രാർത്ഥന? നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് സാറമോള് പറഞ്ഞ പോലെ നമ്മുടെ തലേണയിലൊക്കെ കുരിശു വരച്ചിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം ഉറങ്ങാൻ കേട്ടോ, എപ്പോഴും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുമക്കൾ ചീത്ത സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് അപകട മരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല കുട്ടികളാണ് കേട്ടോ. മോനും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഗ്രേസ് മരിയ ഈശോയുടെ വചനം പറഞ്ഞേ. വെളിപാട് 3:7-8. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ. ഇത്രയും വലിയ വചനം കാണാതെ പഠിച്ചില്ലേ ചേച്ചി അല്ലേ? നല്ല മിടുക്കിയാണ് കേട്ടോ, നല്ല മോളാണ് കേട്ടോ. എപ്പോഴും വചനങ്ങളൊക്കെ പഠിക്കാറുണ്ടല്ലേ? ഇത്രയും നല്ല വലിയ വചനമൊക്കെ ബൈ ഹാർട്ട് ചെയ്തില്ലേ? അത് ഈശോയുടെ വലിയൊരു അനുഗ്രഹം. അത് എപ്പോഴും പഠിക്കണം കേട്ടോ, എഴുതി പഠിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. മിടുക്കിയാണേ. ഇനി ആരാ വചനം പറയാൻ പോകുന്നേ? ജസ്വിൻ പറയുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തെ കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞേ. യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. ഇനി ആരാ വചനം പറയാൻ പോകുന്നേ? ടോമാണോ? ഒന്ന് പറഞ്ഞേ. ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാമോ ഈ വചനം? ഇത് ഈശോ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള വചനം. ഇത് ഈശോ എങ്ങനെയാ വളർന്നു വന്നത്. അപ്പൊ നിങ്ങളും എങ്ങനെ വളരണം? ഇപ്പൊ ടോം പറഞ്ഞ വചനത്തിലെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും എല്ലാവരുടെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ വളരണം കേട്ടോ. ഇംഗ്ലീഷ് പാട്ട് അറിയാം. അതെയോ? ടോം പാട്ട് പാടുവോ? എന്നൊന്ന് പാടി ഞങ്ങൾ എല്ലാരും കേൾക്കട്ടെ. As the deer panted for the water, so my soul longed after thee. You alone are my heart's desire, and I long to worship thee. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. You're my friend and you are my brother, even though you are a king. I love you more than any other, so much more than anything. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. Wow, God bless you, Tom. നല്ലൊരു കയ്യടി കൊടുത്തേ. എന്ത് ഭംഗിയായിട്ടല്ലേ പാടിയത് അല്ലേ? ഈശോനെ വർഷിപ്പ് ചെയ്യുന്ന പാട്ടാ, ഈശോയെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിരുന്നു കേട്ടോ ടോം. നല്ല മോനാണ് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? നല്ല കുട്ടിയാണേ. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ അറിയാവോ? സുഹൃത ജപം എന്ന് പറയും, അറിയാവോ? കേട്ടിട്ടുണ്ടോ സുഹൃത ജപം എന്ന്? ഇല്ല? പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ?
ഇല്ല. കുഞ്ഞു പിള്ളേർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞുങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്ന എപ്പോഴും. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലും സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴും നമുക്ക് എക്സാമിനൊക്കെ മുൻപൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടിലായിരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം. അതിന് സുഹൃതജപം ആസ്പിരേഷൻ പ്രെയർ എന്ന് പറയും. ഇപ്പോൾ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പം ആസ്പിരേഷൻ പ്രേയേഴ്സ് എന്ന്? ഒരു ജപം ആൻറ്റി പറഞ്ഞു തരട്ടെ. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. എളുപ്പമല്ലേ അത് പറയാനായിട്ട്? എൻ്റെ ആശ്രയമേ. ജീസസ് ഐ ലവ് യു. പറഞ്ഞേ. ജീസസ് ഐ ലവ് യു. We trust in you, Jesus. We trust in you, Jesus. Mother Mary Joseph, I love you. Mother Mary Joseph, I love you. ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളൊക്കെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ ഇത്രയും നല്ല വിശുദ്ധരാകാനുള്ള മക്കളല്ലേ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരാനും നിങ്ങളുടെ സ്കൂളിൽ കൂട്ടുകാരികളോടോ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എപ്പോഴും ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ചെറിയ ചെറിയ പ്രാർത്ഥന, അവർ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കില്ലേ എന്തെങ്കിലും കാരണത്തിനൊക്കെ. അപ്പോൾ പറയണം ജീസസ് ഐ ലവ് യു, ബി വിത്ത് മീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. അപ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ പോകുമെന്ന് പറയണം. ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ആക്ഷൻ സോങ് കളിക്കാം. ഒരു ആക്ഷൻ സോങ് പഠിച്ചിട്ടില്ലേ നമ്മൾ? നമുക്ക് ആക്ഷൻ സോങ് കളിക്കാം. ഈശോയ്ക്ക് ഇഷ്ടമാണ് ഈശോനെ പ്രൈസ് ചെയ്തിട്ടുള്ള ആക്ഷൻ സോങ് ഒക്കെ കളിക്കുമ്പോൾ. ഈശോ പറഞ്ഞിട്ടുണ്ട് നൃത്തമാടിയും കിന്നരം മീട്ടിയും ഒക്കെ ഈശോനെ സ്തുതിക്കാനായിട്ട്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്താലോ? കുറേ നേരം അതിലിരിക്കുന്നേ. ഓക്കെ, കമോൺ. അപ്പം നമ്മൾ പഠിച്ച ആക്ഷൻ സോങ് നമുക്ക് കളിക്കാം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. വാ നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good because every single cell in my body is fine. I thank you, Lord. I praise you, Lord, because every single cell in my body is fine. La 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 la. Thank you, Lord. I feel so good because every single cell in my body is fine. I thank you, Lord. I feel so good because every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good Because every single cell in my body is fine. I thank you, Lord. I feel so good because every single cell in my body is fine. വെരി ഗുഡ്. നല്ല എല്ലാവരും കൈയടിച്ചേ. നല്ല കുട്ടികളാണ് കേട്ടോ. നന്നായിട്ട് ചെയ്തു. എഡ്വിൻ മോൻ നല്ല മിടുക്കനായിട്ട് ചെയ്തല്ലോ. എല്ലാവരും ചെയ്തു കേട്ടോ. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും മാനസിക സംഘർഷങ്ങളിലും കുഞ്ഞുമക്കളോടുകൂടെ ആയിരിക്കുന്നത് എത്ര ആശ്വാസപ്രദമാണല്ലേ. നമ്മുടെ എല്ലാ വേദനകളും നമ്മൾ കുഞ്ഞുങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ മറന്നുപോകുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കാം. എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. ഈശോയെക്കുറിച്ചും വിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു പുതിയ തലമുറ ഉയർന്നു വരട്ടെ. ലോകത്തെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുമക്കളും ഒരു നല്ല വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഈ കുഞ്ഞുമക്കളുടെ പരിശ്രമങ്ങളെ ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഗർഭസ്ഥ ശിശുക്കൾ മുതൽ കൗമാരപ്രായം എത്തി നിൽക്കുന്ന എല്ലാ മക്കളെയും ഉണ്ണീശോയുടെ തിരുമുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നഴ്സുമാരായ നമുക്കും ഈ ആഴ്ച ഒരു കൊച്ചു തീരുമാനമെടുക്കാം. നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും
ഉണ്ണീശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന്. നമ്മുടെ പ്രാർത്ഥനകളാൽ ഇനിയുള്ള അവരുടെ ജീവിതം ദൈവഹിതമനുസരിച്ചാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.